ഇതുപോലൊരു ക്യാമറ വെച്ചിട്ട് മുമ്പിൽ ചെന്നിട്ട് പേരെന്താ, ഫോൺ നമ്പർ എന്താ എന്ന് മാത്രം ചോദിച്ചിട്ട് നമ്മളെ പറഞ്ഞു വിട്ട ഒരുപാട് ഓഡിഷൻസ് ഉണ്ട്. ഇവരൊക്കെ എന്താ നായികയായിട്ട് ഇവർക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടിയില്ലെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ടാലന്റിനേലും മുൻതൂക്കം അപ്പിയറൻസിന് കൊടുക്കുന്നവരാണ് കൂടുതൽ. കാട്ടിലായിരുന്നല്ലോ മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ആക്രമണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ നമ്മൾ ഷൂട്ടിന് വരുന്ന സമയത്ത് ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ ക്രൂവിൽ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. കാരണം ഇത്രയും ബ്ലഡ് കണ്ടപ്പോൾ അവരും പാനിക്കായി പോയി എന്നുള്ളതാണ്. രണ്ടുപേരും ശരിക്കും തല്ലുകൊണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവുന്നു. ഒരു വടി വെച്ച് തല്ലുന്ന സീനിൽ ആ വടി ബ്രേക്ക് ആകണമെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ തല്ല് തന്നെ വേണം. പാഡിൽ കൊണ്ടിട്ടും നമുക്ക് ഉള്ളിലേക്ക് ഒരു വേദന വരും. ബട്ട് അങ്ങനെ തല്ല് കൊണ്ടിരുന്നോ? ഒരുപാട് കൊണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് നമ്മൾക്ക് വേദനിക്കുന്നു എന്നുള്ളതിനേക്കാളും റിയലായിട്ട് അത് അന്ന് അനുഭവിച്ചവരുടെ വേദന നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ വേദനയായിട്ട് തന്നെ തോന്നില്ല. വേണ്ട പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷയില്ല എങ്ങനെ കൂടെ ഒരു പ്രൊമോ സോങ്ങിന് ഒരുമിച്ച് പെർഫോം ചെയ്യാൻ പറ്റും. വേടൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എന്നുള്ളൊരു വാക്ക് നമ്മളോട് പറയുന്ന സമയത്ത് ഞാനും നമ്മുടെ സെറ്റും ടീമും എല്ലാവരും ഇമോഷണലായി പോയി. അത്രയും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ആ ലാസ്റ്റിൽ ആ എടുത്തോണ്ട് പോകുന്ന ഒരു അമ്മേനെ കണ്ടില്ല, ആ അമ്മയുടെ പെർഫോമൻസ് ശരിക്കും ഇനി തല്ല് കിട്ടിയിട്ടാണോ അമ്മോട് അടിപൊളിയായല്ലോ. അങ്ങനെയാ മോള് ജീവിക്കണ്ടായോ. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ നരവേട്ട എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ആര്യ സലീം, പ്രണവ് തിയോഫൈൽ. ആദ്യം തന്നെ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. സിനിമ കണ്ടു, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. മാത്രമല്ല, ഒരു പോപ്പുലർ മീഡിയത്തിൽ മുത്തങ്ങ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു ആദ്യത്തെ സംഭവമാണ്, മുത്തങ്ങ ആസ്പദമാക്കി ഒരു പോപ്പുലർ മീഡിയത്തിൽ ഒരു സിനിമ എന്നുള്ളത്. ഏതായാലും എനിക്ക് രണ്ടുപേരുടെയും പെർഫോമൻസ് കണ്ടപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇത് പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങളല്ല രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് വേണം, മാനസികമായിട്ടും ഫിസിക്കലായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് വേണം. ഇപ്പോൾ ആര്യയെ സംബന്ധിച്ചിടത്തോളം CK ജാനു ആയിരുന്നു റെഫറൻസ്. CK ജാനു എന്ന സമരനായികയെ കേരളീയർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സമരനായികയാണ്. ജാനുവിനെ നേരിട്ട് കണ്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, സിനിമയിൽ ആര്യയുടെ ചില ബോഡി ഗസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. രണ്ട് കാലിങ്ങനെ വിടർത്തി വെച്ച് പോലീസുകാരുടെ മുന്നിൽ ഇരിക്കുന്നതും അവരോട് വളരെയധികം പവർഫുള്ളായിട്ടും അധികാരത്തോടെയൊക്കെ സംസാരിക്കുന്നത്. നമ്മളും മനുഷ്യരാണ് എന്നുള്ളൊരു ബോധം അത് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ. എങ്ങനെയായിരുന്നു? കാരണം CK ജാനുവിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? അവരുടെ ബോഡി ഗസ്റ്റേഴ്സും ആ ഭാഷയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തത്? ആക്ച്വലി മാമിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് ഷൂട്ട് തീരാറായപ്പോഴാണ്. അതിക്ക് മുമ്പ് മീറ്റ് ചെയ്യാൻ അവിടെ നമ്മൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു, അപ്പോൾ പറ്റിയില്ല. പിന്നീട് മൂവിയുടെ ഭാഗമായപ്പോൾ നമ്മൾ കുറേ പേരെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെ ഹെൽപ്പോടെയാണ് നമ്മൾ മാമിനെ കാണാൻ പോയത്. അവിടെ വീട്ടിൽ പോയി മാമിനെ കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ റെഫറൻസ് ആയിട്ട് കൂടുതലും അന്നത്തെ ആ ന്യൂസുകളും പിന്നെ മാമിൻ്റെ ഇൻ്റർവ്യൂസും എങ്ങനെയാണ് സംസാരിക്കുന്ന അത് ആ ഒരു സംസാരിക്കുന്ന ശൈലിയും ഇതൊക്കെ, ഇത് മാമിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ എഴുതിയ ബുക്ക് ഞാൻ വായിച്ചിരുന്നു. പ്രണവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു സിനിമയിൽ. ഞാൻ സത്യം പറഞ്ഞാൽ പ്രണവിനെ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് ഈ നരവേട്ടയിലാണ്. ഞാൻ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇതെന്ത് പെർഫോമൻസ് ആണിത്. കാരണം ഇതിനു വേണ്ടി പ്രണവ് എടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ആ ഒരു കലാപത്തിൻ്റെ സമയത്ത്, വെടിവെപ്പ് സമയത്ത്, ആ ഒരു സമയത്തേക്കുള്ള ഒരു പ്രണവിൻ്റെ പെർഫോമൻസ്. അത് മാത്രമല്ല, ഈ മരത്തിലൊക്കെ കയറുന്ന ചില സീൻസൊക്കെ ഇല്ലേ. അപ്പോൾ എനിക്ക് ആ മരത്തിൽ കയറുന്ന സീനൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വെച്ചു, ഒരു പ്രോപ്പർ ആ മേഖലയിൽ ഒരു ആദിവാസി കയറുന്ന അതേ ഒരു ബോഡി ലാംഗ്വേജും അതേ ഫ്ലെക്സിബിലിറ്റിയും ആ കാടിനോടുള്ളൊരു അടുപ്പം, അതെല്ലാം പ്രണവിൻ്റെ ബോഡി മൂവ്മെൻറ്റ്സിലുണ്ട്, പെർഫോമൻസിലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. അത് നമ്മളെ കൊണ്ട് ഇത്ര ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയതിൽ അതിന് ടോട്ടൽ ക്രൂവിനോടും ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. കാരണം അവരില്ലാതെ നമുക്ക് ഇത്രയും നന്നായിട്ട് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം
ഒന്നും എനിക്കിതിനെക്കുറിച്ച് ഡെഡ് ലൈൻ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. പിന്നെ അതിൻ്റെ ലൈനും ഈ ക്യാരക്ടറിൻ്റെ ഒരു റൂട്ടും ആർക്കും എല്ലാം കേട്ട് അതിൻ്റെ അകത്തേക്ക് വന്ന ശേഷം നമ്മൾ ലൊക്കേഷനിലേക്ക് പോവുകയും ഈ മനുഷ്യരോട് ഇടപഴകുകയും അവരുടെ ലൈഫ് സ്റ്റൈല് ഒരു 2-3 ആഴ്ച അവരുടെ കൂടെ നിന്ന് കാണുകയും അങ്ങനെയാണ് ഇതിലേക്ക് പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് വരുന്നത്. നമുക്ക് ഇപ്പോൾ മരം കയറുന്ന സീനൊക്കെ എനിക്ക് ഉണ്ടെന്നറിയാം, പക്ഷെ എത്രയും വലിയ മരമാണെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നിന്റെയും സപ്പോർട്ടില്ലായിരുന്നു ആ കേറുന്നത്. ആക്ച്വലി നമ്മൾ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അതിന് സ്പെഷ്യലായിട്ട് അഷ്റഫ് ഗുരുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതിൽ എക്സ്പേർട്ടാണ്. സോ പുള്ളിക്കാരൻ്റെ ഒരു ഗൈഡൻസിലാണ് ഞാൻ ആ മരം കയറിയത്. അപ്പോൾ നമ്മളവിടെ വന്ന് അവരുടെ അടുത്ത് ഇതുപോലെയുള്ള മരങ്ങളാണോ നിങ്ങൾ കയറുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതിനേക്കാളും വലിയ ഉൾക്കാട്ടിലുള്ള മരങ്ങളിലേക്കാണ് അവർ തേനെടുക്കാൻ വേണ്ടി കയറുക. അപ്പോൾ അത് അത്രയും സിമ്പിളായിട്ട് അവർക്ക് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ പോലെ തന്നെ അവരുടെ റെഗുലർ ലൈഫിൽ അവർ ഡേ ടു ഡേ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണത്. അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് അല്ല അതെടുത്ത് അവരുടെ ജീവിതമാർഗം കൂടെയാണത്. സോ ആ ഒരു സ്ഥലത്ത് നമ്മളത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാനുള്ള സമയമില്ല. പിന്നെ ലൊക്കേഷനിലും അവരുടെ ഒരു മൂഡും ഒക്കെ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതുപോലെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. ഇതെനിക്ക് ഭയങ്കര പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സ്ക്രീനിൽ കാണുമ്പോഴാണ് എനിക്കും അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ഒരു സന്തോഷവും കിട്ടിയത്. സോ ടോട്ടൽ ക്രൂ തന്നെ അതിനൊരു സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ മുകളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും താഴെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും പേടിയുണ്ടായിരുന്നു. അവരെന്നെ മുകളിൽ സേഫാണോ, അത്രയും സേഫായിട്ടാണ് എന്നെ അവർ ഹാൻഡിൽ ചെയ്തത്, മാസ്റ്റേഴ്സ് ആയാലും എല്ലാവരും. സോ റിയലി ഫീലിംഗ് ഹാപ്പി നൗ. ഇപ്പോൾ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു വെടിവെപ്പിൻ്റെ രംഗമാണ്. നമുക്ക് അത്രത്തോളം ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഗംഭീര മേക്കിംഗ് ആയിരുന്നു. രണ്ടുപേരും ശരിക്കും തല്ലുകൊണ്ടിട്ടുണ്ട്. പ്രണവിനാണ് അത്യാവശ്യം കൂടുതൽ തല്ല് കിട്ടിയത്. പ്രണവിന്റെ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ തല്ലോട് തല്ല. ഷൂട്ട് കഴിഞ്ഞ പിറ്റേ ദിവസമൊക്കെ വയ്യേച്ചേ നടക്കാൻ വയ്യാന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ തല്ല് കിട്ടിയിട്ടുണ്ട്. ശരിക്കും എങ്ങനെ അത്യാവശ്യം നല്ല തല്ല് ശരിക്കും കൊണ്ടോ? അത്യാവശ്യം നമുക്ക് ചില സാഹചര്യങ്ങളിൽ തല്ല് കൊള്ളേണ്ടതായിട്ട് വരും. കാരണം ആ ക്യാമറയിലേക്ക് നമ്മൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ചീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ക്യാമറയുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിൽ ഈ ക്യാരക്ടർ അവരനുഭവിച്ച വേദന എന്നുള്ളത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് കൊള്ളുക തന്നെ വേണം എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല, ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും എവിടെയെങ്കിലൊക്കെ ആയിട്ട് കൊണ്ടിട്ടുണ്ടാകും. കാരണം ഇത് മിനിമലായിട്ടുള്ള ഒരു സാധനമല്ല. ഒരു അത്രയും വലിയൊരു സെറ്റിൽ ഇതുപോലുള്ള ഒരു പ്രോസസ്സ്, ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാലും അവിടെ എല്ലാം ഓരോ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാം ആരെങ്കിലുമൊക്കെ ഇടി കൊണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ താഴെ വീണ് ചവിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് എങ്കിലും ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഒരു സപ്പോർട്ട് വലിയ രീതിയിൽ തന്നെ എനിക്കുണ്ടായിരുന്നു. അവർ നമ്മളെ അത്രയും സെക്യൂർഡായിട്ട് നീ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഫൈറ്റ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഫീനിക്സ് പ്രഭു മാസ്റ്ററാണ് ഇത് സ്റ്റണ്ട് ചെയ്തത്. കള, ARM, ടർബോ ഒക്കെ ചെയ്ത മാസ്റ്ററാണ്. സോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാസ്റ്ററാണ്. ഞാൻ മാസ്റ്ററോട് ഇതിനു മുമ്പ് ധ്യാൻ ചേട്ടനോട് സൂപ്പർ സിന്ധിയിൽ ഓൾസോ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരന് ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ കുറച്ചും കൂടെ കംഫർട്ടായി. നീ ആണെങ്കിൽ എനിക്ക് നമുക്കൊന്നുകൂടെ ഇത് വർക്കൗട്ട് ചെയ്യാം, ഒന്നുകൂടെ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കിത് പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരു കൂട്ടായ്മ തന്നെയാണ് അതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് ചില ഷോട്ട്സിലൊക്കെ പാഡ് വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ ഒരു വടി വെച്ച് തല്ലുന്ന സീനിൽ ആ വടി ബ്രേക്ക് ആകണമെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ തല്ല് തന്നെ വേണം. പാഡിൽ കൊണ്ടിട്ടും നമുക്ക് ഉള്ളിലേക്ക് ഒരു വേദന വരും. ബട്ട് അങ്ങനെ തല്ല് കൊണ്ടിരുന്നോ? ഒരുപാട് കൊണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് നമ്മൾക്ക് വേദനിക്കുന്നു എന്നുള്ളതിനേക്കാളും റിയലായിട്ട് അത് അന്ന് അനുഭവിച്ചവരുടെ വേദന നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ വേദന ഒരു വേദനയായിട്ട് തന്നെ തോന്നില്ല. സോ അത് ആ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. കാരണം അത് നമ്മളവിടെ വർക്കൗട്ട് ചെയ്താലേ ജനങ്ങളിലേക്ക് അത് എത്തുള്ളൂ, അത് ജീവനോട് എത്തുള്ളൂ, അവർക്കത് വീട്ടിലേക്ക് മനസ്സ് നിറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് എല്ലാവർക്കും അന്ന് അവിടെ നിന്ന് തോന്നി. സോ ആ ഒരു ഇടിവണ്ടിയിലൊരു സീനൊക്കെ ഉണ്ട്. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ലിറ്ററലി ഫുൾ ഡൗൺ ആയിരുന്നു. തീരെ പറ്റാത്തൊരവസ്ഥയിൽ തന്നെ. ടോർച്ചർ സീൻ അല്ലേ? അതെ, ടോർച്ചർ സീനിൽ മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയിരുന്നു. മൈൻഡ് ലെവലിലാണെങ്കിലും മൊത്തത്തിൽ ഞാൻ ഡൗൺ ആണ്. ക്യാരക്ടർ പിടിച്ച് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ടോവിച്ചേട്ടനും ചേരൻ സാറൊക്കെയാണ്. കാരണം അവർ ക്യാരക്ടേഴ്സ് വൈസ് അവർ റിപ്പൽ ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും, പോലീസുകാർ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും, ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് നിനക്ക് വല്ലതും കുടിക്കാൻ വേണോ, നിന്റെ പെയിൻ ഓക്കെ ആണോ? ആ സമയത്തൊക്കെ ശരിക്കും തല്ലുകൊണ്ടായിരുന്നു ആ ടോർച്ചർ സീനിലൊക്കെ? ഇച്ചിരി ആയിട്ട് കൊള്ളും നമുക്ക്. കാരണം നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട്
ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേദന ഇല്ലാതെ അത്രയും സെക്യൂർഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി വരില്ല, അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം കിട്ടില്ല. അതിപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. ഇപ്പോൾ സ്ലോ മോഷനിൽ ഒരു ഷോട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ തല്ലുന്ന സമയത്ത് അത് ശരിക്കും തല്ലിക്കഴിഞ്ഞാലേ അത് സ്ലോ മോഷനിൽ നമുക്ക് അത് കാണുന്ന സമയത്ത് ഫീൽ കിട്ടുള്ളൂ. ഇപ്പോൾ തല്ലുമാലയിൽ ടോയ് ചേട്ടന് അടികൊള്ളുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് ശരിക്കും ലൂക്ക് ചേട്ടൻ തല്ലിയതാണ്. ഒറ്റ ഷോട്ടേ എടുക്കുള്ളൂ, പക്ഷെ അത് വൃത്തിക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്ത് എടുത്താണ്. അപ്പോൾ ആ സമയത്ത് തല്ല് കൊള്ളുന്ന സമയത്ത് കൊണ്ടു കഴിഞ്ഞാൽ അത് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ ഇതിലും ചില തല്ലുകൾ നമ്മൾ കൊണ്ടു കഴിഞ്ഞാലേ അത് ബ്യൂട്ടി ആയിട്ട് വരുള്ളൂ എന്നുള്ളൊരു ഇതിന് ടോവിനോയും പ്രണവും തമ്മിലുള്ളൊരു ഒരു അടിപിടി സീക്വൻസ് ഇല്ലായിരുന്നു. അപ്പം അതിൽ നിന്നാണല്ലോ സിനിമയുടെ ഒരു ട്രാക്ക് മാറുന്നത്. അപ്പം ആ സീക്വൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതിൽ ടോയ് ചേട്ടനെ കുറിച്ച് എനിക്ക് എന്തായാലും ഇവിടെ പറയണം. കാരണം അത്രയും കമ്പോസ്ഡ് ആയിട്ട് നമ്മൾ കമേഴ്ഷ്യലി കാണുന്ന ഒരു ഫൈറ്റ് അല്ല അത്. ഒരു പ്രൊഫഷണലി ഉള്ളൊരു പോലീസുകാരനും ഒരു സാധാരണമായിട്ടുള്ള ഒരു മനുഷ്യനും തമ്മിൽ ഉള്ളൊരു കോൺഫ്ലിക്റ്റ് അതിങ്ങനെ കമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു റിയലിസ്റ്റിക് മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ആവുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്തും ചില സമയങ്ങളിൽ നമുക്ക് ടൈമിങ് ആ ഒരു റോൾ ചെയ്യുന്ന സമയത്ത്, അത് റോൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്പോണ്ടേനിയസ്ലി വരുന്ന സമയത്ത് കമ്പോസ്ഡ് ആണെങ്കിലും നമ്മൾ ആ സമയത്ത് ചിലതൊക്കെ ആഡ് ചെയ്യും. ആ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടോയ് ചേട്ടനെ തല്ല് കൊള്ളരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കും ഉണ്ടാവും. ടോയ് ചേട്ടൻ എന്നെ ഒന്നും പറ്റരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പുള്ളിക്കും ഉണ്ടാവും. പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണത്. പുള്ളി അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ തിരിച്ച് പുള്ളിനെ ചവിട്ടുന്ന പോലത്തെ ഒരു സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ചവിട്ട് പുള്ളി കൊള്ളും. നീ ഇത് ചവിട്ടിക്കോ, അത് ചവിട്ടിക്കഴിഞ്ഞാലേ അത് അവർക്ക് ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് എഡിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ചവിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ചേട്ടനെ ഞാൻ എങ്ങനെ ചവിട്ടും എന്നുള്ളത്, പക്ഷെ അത് ചവിട്ടി തന്നെ ആകണമെന്നുള്ളതാണ്. അപ്പോൾ ചില ഷോട്ട് നമ്മൾ അങ്ങനെയും ചെയ്യും, ചില ഷോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് മാസ്റ്ററുടെ സഹായത്തോടു കൂടെ അത് എങ്ങനെ ചെയ്യാം, അത് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം തന്നത് അനുരാജ് ചേട്ടനൊക്കെ തന്നെയാണ്. സോ അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം. ആര്യെ പൊതിരെ പോലീസുകാർ തല്ലുന്ന ഒരു സീനുണ്ടായിരുന്നു. ആ സീൻ കണ്ടപ്പോൾ, കാരണം നമ്മൾ ഒരു സ്ത്രീയെ ഇങ്ങനെ പുരുഷന്മാരായിട്ടുള്ള 4 പോലീസുകാർ തല്ലുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, നമുക്ക് വാക്കുകളില്ല അത് പറയാനായിട്ട്. കാരണം അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും തല്ലുകൊണ്ടായിരുന്നു ആ ഷോട്ടിൽ. എന്നോട് പറഞ്ഞു തല്ലും, നീ അപ്പോൾ ലൈക്ക് സാധാരണ ഒരാളെ പോലെ അയ്യോ അടി കൊണ്ട് കിടക്കുകയല്ല, നീയും തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അത് അങ്ങനെ തന്നെ പിടിച്ചോ, അതൊരു ഗിവ് ആൻഡ് ടേക്ക്. കൈയൊക്കെ നീലിച്ചെന്നൊക്കെ കേട്ടായിരുന്നു. കൈയൊക്കെ കുറച്ച് നീലിച്ചു പോയെന്ന്. കൈയല്ല, ആക്ച്വലി അടി കിട്ടിയത് മൊത്തം ബാക്കിലാണ്. കാരണം ഡമ്മിലാത്തിയാണെങ്കിൽ ഉള്ളിൽ PVC ഇതാണ്. അപ്പം പാഡ് വെച്ചേക്കുന്നത് ഇപ്പം നമ്മൾ ആക്ഷൻ സീൻ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് മൂവ് ആവും. അപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊള്ളുകയും ചെയ്യും. അപ്പോൾ ചവിട്ടും കാര്യങ്ങളപ്പോൾ അവർ ചോദിച്ചു, ചവിട്ട് കുഴപ്പമില്ല, അത് കിട്ടാതെ ലൈക്ക് അല്ലെങ്കിൽ അത് അഭിനയിച്ച പോലെ ഫീൽ ചെയ്യും. അത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സമരത്തിൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നില്ല. കാരണം അത്രയും ക്രൗഡാണ്. അതെ. അപ്പോൾ കിട്ടേണ്ടത് കിട്ടും. ഇതുപോലെ തന്നെ കിട്ടി. റൂമിൽ വന്ന് ഇപ്പം താമിന്ന് പറഞ്ഞേ പ്രണവ് പറഞ്ഞ പോലെ നമ്മൾ അന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്ന് കുളിച്ച് റെഡിയായി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മുതുകത്ത് നീല കളറായിട്ടൊക്കെ ഇങ്ങനെ കിടക്കണം. അപ്പം നമ്മൾ പറയുന്നത് ഇപ്പം പ്രണവ് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ അപ്പോൾ ഒറിജിനൽ ലാത്തിക്ക് അടി കിട്ടിയവരുടെ അവസ്ഥ. അതെ. അല്ല, അത് ആ സീൻ മൊത്തം എത്ര മനോഹരമായിട്ടാണ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കോറിയോഗ്രാഫി കണ്ടപ്പോൾ തന്നെ ശരിക്കും ആ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കോറിയോഗ്രാഫി നമുക്ക് അത്രത്തോളം ടച്ചിങ് ആവും. അപ്പം ആ ഒരു കോറിയോഗ്രാഫി മനസ്സിലാക്കി പെർഫോം ചെയ്യാന്നുള്ളതുണ്ടല്ലോ, അത് എങ്ങനെയാണ്? അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ADസിനെയും പറയണം കേട്ടോ. കാരണം ഈ ഫിലിമിൻ്റെ ADs അവർ ഓരോ സ്ഥലത്ത് ഇപ്പം നിർത്തിയിട്ടുണ്ടാവല്ലോ. ഇപ്പോൾ ഫൈറ്റ് മാസ്റ്ററിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞ് നിർത്തിയേക്കുന്നിടത്ത് അവർ ഓടി നടന്ന് അവർക്ക് ഇൻസ്ട്രക്ഷൻ നൽകാനും ഇതിങ്ങനെ ചെയ്യണോട്ടോ ചേച്ചി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോട്ടോ മോളേന്ന് പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മുടെ നരിവേട്ടയുടെ AD ടീംസ് അവരുടെ എഫേർട്ടും എടുത്ത് പറയേണ്ടത്. കാരണം ഇത്രയും വലിയൊരു മൂവി ആകുമ്പോൾ അത്ര എഫേർട്ട് അവരും എല്ലാവരുടെ ഒപ്പം തന്നെ അവരും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്.
ഇപ്പോൾ ഈ പൊതുവേ നടിമാർ ഒരു വലിയ പരാതികളായിട്ട് പറയുന്നത് ഇപ്പോൾ ലൊക്കേഷനിൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളില്ല, ബേസിക് ഫെസിലിറ്റീസ് പോലും കാണില്ല എന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാട്ടിനുള്ളിലൊക്കെ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഡ്രസ്സ് മാറാനും അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ? പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവരത് അതിന് വേണ്ടിയിട്ട് ബാത്റൂംസ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പൊളിച്ച് നീക്കാൻ പറ്റുന്നതല്ലേ, അങ്ങനെ ബാത്റൂംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കോർട്ട് തിരിച്ച് കസേരയും എല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ലേഡീസിനെ ഇങ്ങനെ പോവാൻ, പിന്നെ നമുക്ക് കാടിൽ നിന്ന് ഇച്ചിരി നടക്കണം എന്ന് ഉള്ളതുണ്ട്. കാരണം ഷൂട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി കാടിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോകണം എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഫുൾ ടീം ചെയ്തു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇനിയും നമുക്ക് എന്തെങ്കിലും ഒരു ഇല്ല വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തിക്കാനും അവര് ആക്ച്വലി മെഡിക്കൽ ടീം വരെ അവിടെ ഉണ്ടായിരുന്നു. മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു. എന്തെങ്കിലും നമുക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പം ഷൂട്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ പോലെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് അത് ഫൈറ്റ് മാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ പുലി മാതിരി വേണം നീ പോകുന്നത്, ആ ഒരു എനർജിയിലായിരിക്കും ഫൈറ്റ് മാസ്റ്റർ. ഞാൻ പോയി കുറച്ച് കഴിഞ്ഞ് ആക്ഷൻ കട്ട് ഓക്കെ സീൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഡോക്ടറൊക്കെ ചെന്നിട്ട് പനിയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഫൈറ്റിൽ അസിസ്റ്റൻറ്റിൻ്റെ ഇവിടെ എൻ്റെ നഖം കൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു പൊട്ടില്ല. അപ്പം പുള്ളി പറഞ്ഞു പുലിമാതിരി നടിക്ക സ്വന്ന നീ പുലിമാതിരി മാറി ശരിക്കും പുലിയായി. അത് ലൈക്ക് ഞാൻ അവരോട് സോറി പറഞ്ഞു. അന്ന് ആ ഒരു സീനിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അടികൊള്ളുന്ന പോലെ ആ സീനിൽ അത് എങ്ങനെ കൊണ്ടുപോകുന്ന പോലെ എനിക്കറിയില്ല. അത് സംഭവിച്ചു പോകുന്നതാണ് ഇതിൽ. പക്ഷെ അപ്പം മെഡിക്കൽ ടീം ഉണ്ടാവും, അവരപ്പം തന്നെ വന്ന് എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പം കാട്ടിലായിരുന്നല്ലോ, വന്യമൃഗങ്ങളുടെ ആക്രമണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി മൃഗങ്ങൾ നമുക്കറിയാലോ, ഇപ്പോൾ മനുഷ്യരുടെ അധികം സൗണ്ടും ലൈറ്റ്സും ഒക്കെ ഉള്ള സമയത്ത് അവർ അധികം വരാറില്ല. ബട്ട് അവർ ആ സൈഡും സറൗണ്ടിങ്സിലൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പോണ സമയത്തായിരിക്കും അവർ നമ്മുടെ ലൊക്കേഷനിലേക്ക് വരികയും അവിടെ മാനിനെയൊക്കെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. മാനിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ക്യാരവന്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. കടുവയോ പുലിയോ എന്തോ ഉണ്ട്. അതെ, കടുവ മാനിനെ പിടിച്ചോണ്ട് പോയതാ. അപ്പൊ അവിടെയുള്ള നാട്ടുകാർ നമ്മൾ ഷൂട്ടിന് വരുന്ന സമയത്ത് ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ ക്രൂവിൽ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. കാരണം ഇത്രയും ബ്ലഡ് കണ്ടപ്പോൾ അവരും പാനിക്കായി പോയി എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സൈഡിൽ നിന്നും നമുക്കറിയില്ല, അവര് ആ നാട്ടുകാരായതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളല്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് മാനിനെ പിടിച്ചോണ്ട് പോയതെന്ന് അവർക്ക് അറിയാം. പക്ഷെ നമ്മൾ പേടിച്ചു പോയി, അത്രയും ബ്ലഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ സറൗണ്ടിങ്ങിലൊക്കെ തന്നെ ഉണ്ട്, ബട്ട് നമ്മുടെ അടുത്തേക്ക് അധികം വരില്ല. പിന്നെ നമുക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. കടുവ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പ കഴിക്കില്ല. അപ്പൊ അത് വലിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടതൊന്ന് അഴുകിയതിനു ശേഷം അത് രണ്ടാമത് വന്ന് എടുക്കുന്ന ഇങ്ങനെ അവിടെ നാട്ടുകാർ പറഞ്ഞു. നമുക്ക് വലിയ രീതിയിൽ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മാൻകൂട്ടങ്ങളൊക്കെ എപ്പോഴും വരാറുണ്ട്. നമുക്ക് ഭയങ്കര ബ്ലെസ്ഫുൾ ആയിരുന്നു ആ ഒരു കാട്ടിൽ അവരുടെ കൂടെയൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുക, അവരിവിടെയൊക്കെ തന്നെ ഉണ്ടെന്നൊക്കെ അറിയുന്നതൊക്കെ ഭയങ്കര ബ്ലെസ്ഫുൾ ആണ്. ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ സഹായമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ഈ വേടന്റെ പാട്ട് സിനിമ റിലീസിന് മുന്നേ തന്നെ ആ പാട്ട് ഹിറ്റായി. ആ പാട്ടിന്റെ ചിത്രീകരണത്തിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു വേടന്റെ പെർഫോമൻസിന്റെ സമയത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു വേടന്റെ ഒരു ലൈവ് പെർഫോമൻസ്? അതെങ്ങനെ നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടതാണല്ലോ, അതിന് സാക്ഷ്യം വഹിച്ചവരാണ് നിങ്ങൾ ആ പെർഫോമൻസിൽ ഉണ്ട് താനും. അതെങ്ങനെ ഉണ്ടായിരുന്നു? വേണ്ട പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല എങ്ങനെ കൂടെ ഒരു പ്രൊമോ സോങ്ങിന് ഒരുമിച്ച് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്നാല് നമുക്കെന്താ സിമ്പിൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് പുള്ളി. നമ്മൾ സാധാരണ ഇപ്പോൾ ഇവനോട് സംസാരിക്കുന്ന അതേ ഫീലായിരുന്നു വേട്ടനോട് സംസാരിച്ചപ്പോൾ എനിക്കെന്നെ അത് വേറൊരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിലൊരു ആള് നമ്മൾ എത്രയോ നാളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്തത് വേടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. ഒരു വൻ ഓറയാണ് ആക്ച്വലി, ഭയങ്കര ഓറയാ വേടം വന്നു കഴിഞ്ഞാൽ തന്നെ. പിന്നെ പുള്ളിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര കണക്റ്റായി. ആദ്യം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ട് ഈ ക്യാരക്ടറിന്റെ ഡീറ്റെയിലിംഗ് കേട്ട് ഇതിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സൊക്കെ കഴിയുന്ന സമയം വരെ വേടനായിട്ട് ഒരു കണക്ഷനും ഇല്ല ഈ പടത്തിന്. അപ്പം ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും നല്ലൊരു സബ്ജക്റ്റിൽ എന്തുകൊണ്ട് വേടൻ ഒരു ഭാഗമാകാൻ പറ്റിയില്ല, ആയിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടെ ഒരു കംപ്ലീഷൻ കിട്ടിയേനെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ബട്ട് ദൈവം സഹായിച്ച് സിനിമ കഴിയാനാകുന്ന ഒരു പ്രോസസ്സിലാണ് വേടൻ ഈ സിനിമ കാണാൻ ഇടയായത്. വേടൻ തന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഈ സിനിമയിൽ ഞാനൊരു ഭാഗമായിക്കൂടാ, ഞാനൊരു പാട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ച് നമ്മളിലേക്ക് വേടൻ വന്ന് ജോയിൻ ചെയ്തു. വേടൻ ജോയിൻ ചെയ്തത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ മാറി. വേടൻ്റെ വരികൾ
അത്രയും പവർഫുൾ ആയിരുന്നു. മൂർച്ചയേറിയ വരികളാണ്. വളരെ പവർഫുൾ ആയിരുന്നു ഈ കഥയ്ക്ക്. എത്ര പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുമോ അത്രയും പ്രോപ്പറായിട്ട് പുള്ളി എഴുതി, അത് പാടി, നമുക്ക് വേണ്ടി പ്രൊമോ സോങ് ചെയ്തു, നമുക്ക് വേണ്ടി പ്രൊമോഷന് കാലിക്കട്ട് വന്നു. പുള്ളീനെ കാണാൻ ഞങ്ങൾ ആക്ച്വലി കുറച്ച് സിറ്റുവേഷൻസ് ഇതായത് കാരണം കുറച്ച് വൈകിപ്പോയി അന്ന് കാലിക്കറ്റിൽ. 6 o'clock എങ്ങാണ്ട് പരിപാടി പ്ലാൻ ചെയ്തിട്ട് 9 o'clock വേടൻ എത്തിയതും നമ്മളെല്ലാവരും അവിടെ സ്റ്റേജിലേക്ക് എത്താൻ പറ്റിയതും. പക്ഷേ 2 hours ആണെങ്കിലും അത്രയും ജനങ്ങൾ ആ ബീച്ചിൽ വെയിറ്റ് ചെയ്ത് നിന്നു എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്ത് നിന്ന് വേടൻ വന്ന് വേടനായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വേടൻ്റെ പാട്ട് കേട്ടിട്ട് അവർ കംപ്ലീറ്റഡ് ആയിട്ടാണ് പോയത് അവിടുത്തെ നാട്ടുകാർ. സോ അത്രയും ഒരു ഓറയുള്ളൊരു മനുഷ്യനാണ്. പിന്നെ നമ്മളോടൊക്കെ ഇൻട്രാക്ട് ചെയ്തതിൽ വേടൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എന്നുള്ളൊരു വാക്ക് നമ്മളോട് പറയുന്ന സമയത്ത് ഞാനും നമ്മുടെ സെറ്റും ടീമും എല്ലാവരും ഇമോഷണലായി പോയി. അത്രയും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. മക്കൾ വേടന്റെ പാട്ട് കേൾക്കപ്പോഴും നമ്മൾ വല്ലാതെ ഇമോഷണൽ ആയി. അതെ അതെ, അതുപോലെ തന്നെയാണ് പുള്ളീനെ ഇൻട്രാക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പുള്ളി വിളിക്കുന്ന ആ മക്കളെ എന്നുള്ള വിളിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എവിടെ നിന്നാണ് ആ വിളി വരുന്നത് എന്നുള്ളത്. അത്രയും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. സിനിമയില് ഒരു നായ ഉണ്ടായിരുന്നു, അതെ, താമി എന്ന ക്യാരക്ടറിന്. ഒരു വിസിലടിക്കുമ്പോ തന്നെ നായ ഓടി യജമാന്റെ അടുത്തോട്ട് വരും. അത് എങ്ങനെയായിരുന്നു? അത്യാവശ്യം നല്ല പരിചയമുള്ള നായയാണോ, അത് ട്രെയിൻ ചെയ്യിപ്പിച്ചാണോ, അത് എങ്ങനെയാണത്? അവനും ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇപ്പോഴാണ് അവനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങുന്നത് സിനിമ കണ്ടതിന് ശേഷം. സിനിമേനെ മുമ്പ് എനിക്ക് ഇതിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു രസം പോകില്ലേ. അപ്പോ ആ നായ നല്ലോണം അഭിനയിച്ചു, നല്ലോണം പെർഫോം ചെയ്തു. അതെ, അവനും ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഏതൊക്കെ ഫ്രെയിം വെക്കുന്നോ എൻ്റെ കൂടെ എല്ലാ ഫ്രെയിംസിലും അവനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങള്, അവന്റെ പേര് ലക്കി എന്നാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ഒരു ഡോഗാണ്. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു നാടൻ ഡോഗാണ് അവൻ. ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു ഡോഗാണ്. കാരണം ഒരു 2 weeks 3 weeks നമ്മൾ മുന്നേ സെറ്റിലേക്ക് വയനാട്ടിലേക്ക് പോവുകയും, മെയിനായിട്ട് ഞാൻ പോയത് ഇവനെ മെരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നോട് ടീമിൽ നിന്ന് പറയലുണ്ടായി ഇതുപോലൊരു പരിപാടി ഉണ്ട്, അപ്പോൾ നീ നേരത്തെ ഒന്ന് എത്തണം. കാരണം മനുഷ്യരെ ഹാൻഡിൽ ചെയ്യണ പോലെയുള്ള മൃഗങ്ങളെ ഹാൻഡിൽ ചെയ്യണം. നമ്മളവരെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് നോക്കണം, അവരുടെ കംഫർട്ടബിൾ നമ്മൾ നോക്കണം. ഇപ്പോൾ അവൻ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോട്ട് എടുക്കാൻ പറ്റില്ല. അതിപ്പോൾ ടോയ് ചേട്ടനാണെങ്കിലും സുരാജ് ചേട്ടൻ ആര് നിന്ന് കഴിഞ്ഞാൽ അവൻ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോ അവനെ ആ ഒരു പ്രശ്നങ്ങളൊന്നും വരരുതെന്ന് വെച്ചിട്ട് ഞാൻ മുന്നേ പോയി 3 നേരം ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ പോകും, അവന് വാക്കിങ് കൊണ്ടുപോകും, അവനായിട്ടുള്ള കുറച്ച് ജമ്പിങ്ങും പരിപാടിയും പ്രാക്ടീസസും സ്വിമ്മിങ് പൂളിലും വേറൊരു മൂഡായിരുന്നു അത്. അപ്പോൾ അവൻ നല്ലപോലെ കണക്റ്റായി. പിന്നെ അത്രയും വലിയൊരു സെറ്റിനകത്ത് നമ്മൾ എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവൻ നമ്മളെ എത്തുക എന്നുള്ളൊരു പ്രോസസ്സ് അത് നമുക്ക് റിഹേഴ്സ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യണ്ടോ പറ്റില്ല. അപ്പോൾ അതിനുള്ള ടെക്നിക്സും പരിപാടിയൊക്കെ അതിൻ്റെ ട്രെയിനറായ അരുൺ ചേട്ടൻ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ ഇപ്പോഴും അവരായിട്ട് നല്ല കണക്ഷനിലുണ്ട്. അവൻ ആരോഗ്യവാനായിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. അവനിനിയും നിറയെ സിനിമകളിൽ കാണാം. ഷൂട്ട് കഴിഞ്ഞപ്പോൾ വിഷമമായോ? പിന്നെ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് കണക്ഷനുള്ള ഒരു മൃഗമാണ് ഡോഗൊക്കെ. എൻ്റെ വീട്ടിൽ 4 ഡോഗുണ്ട്. അപ്പോൾ ഇവൻ പോയ ശേഷം ഭയങ്കര, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും ഓക്കെ ആണോ, അവൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കും. അവൻ ഓക്കെയാണ്. അവരുടെ അടുത്ത് ഒരു 10-70 ഡോഗുണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് ഉണ്ട്. എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. സോ അവൻ ഓക്കെയാണ്. ആര്യ, ഇപ്പോൾ 90കളിലൊക്കെ ഈ നായിക കഥാപാത്രങ്ങളുടെ വൈറ്റ് സ്കിന്നായിരുന്നു എപ്പോഴും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും അങ്ങനെ OTT സീരീസുകളൊക്കെ കണ്ട് നമ്മളുടെയൊക്കെ ആസ്വാദനം, അതായത് സിനിമ ആസ്വാദനത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നായികമാരുടെ പ്ലേസ്മെൻറ്റിൽ കാര്യമായ മാറ്റം വന്നതായിട്ട് ആരെയൊക്കെ തോന്നുന്നുണ്ടോ? കാര്യമായ ഒന്ന് എനിക്ക് തോന്നുന്നു വിരലിൽ എണ്ണാവുന്ന മാറ്റമേ വന്നിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും വലിയ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ട് കുറച്ചും കൂടി, അതായത് ഇപ്പോൾ വിയറ്റ്നാം കോളനി, അതുപോലെ തന്നെ പടത്തിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, നമ്മുടെ ബേബി ശ്യാമിലിയും ജയറാമേട്ടനും കൂടിയുള്ള ഒരു മൂവി ഉണ്ടല്ലോ, ഒരു നാട്ടിൽ പോകുന്നതൊക്കെ, ലൈക്ക് അതിലെ നായികയാണെങ്കിലും അവരുടെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ കാണുന്ന, ഇപ്പോൾ എനിക്ക് ഡസ്കി ടോണുള്ള നായികമാര് അന്നുണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു 90കളുടെ പകുതിയോടെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു 95-ന് ശേഷമായിരിക്കും എന്ന് തോന്നുന്നു കുറച്ചും കൂടി വൈറ്റ് സ്കിൻ, പ്ലാസ്റ്റിക്, മറ്റേ തമിഴും തെലുങ്കും നോക്കുമ്പോൾ കുറച്ചും കൂടി ബോഡിയിൽ വരെയും തടിപാറുള്ള ഈ പല നടിമാരും ഈ വൈറ്റ് സ്കിൻ ഡാർക്ക് സ്കിൻ സർജറി ചെയ്ത് വൈറ്റ് സ്കിൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ കാരണന്മാർ
ചിലവരുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഗേൾസിൽ കളർ കുറവ് എനിക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളോട് പണ്ട് കളിയാക്കുമ്പോഴൊക്കെ ഈ ഒരു സ്കിൻ ടോണിൻ്റെ കാര്യം പറയും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ടൈമിൽ ഭയങ്കരോടും കോംപ്ലക്സ് അടിച്ചിട്ടുണ്ടാകും. അന്നൊക്കെ ആലോചിക്കും വെളുപ്പിച്ചാലോ എങ്ങനെയെങ്കിലൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു എന്താ ആഫ്റ്റർ ഒരു 25 ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കളറിലൊന്നും വലിയ കാര്യം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇത് സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യുന്ന അത് ആരൊക്കെയോ കുത്തിവെച്ച ചില കാര്യങ്ങളാണ്. വെളുത്തിരിക്കണം, മെലിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂക്ക്, ഇങ്ങനത്തെ കണ്ണ്, അങ്ങനെ ഒക്കെ വേണം എന്നുള്ള സൗന്ദര്യത്തിൻ്റെ നമ്മളോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒരു മോഡേൺ ആയിട്ട് നടന്ന സുന്ദരിയാണെന്ന് തോന്നുന്നു. സാധാരണക്കാരന് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്തെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ സുന്ദരിയാണെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളുടെ കൺസെപ്റ്റ് ഓഫ് സൗന്ദര്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ സുന്ദരിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ തർക്കിക്കാൻ എന്നോട് തർക്കിക്കാൻ പാടില്ലാത്ത വിഷയം അതാണ് ഞാൻ പറയും. പക്ഷെ സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയും മാറ്റം വരുത്താനുണ്ട്. അതായത് 1-2 നായകന്മാർ മാത്രം അങ്ങനെ എന്തെങ്കിലും ഒരു ടാലൻറ്റിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള നായകന്മാർ വളരെ വിരളമാണ്. എന്നാലും അവരെക്കാൾ കൂടുതലും ഈ വെളുത്ത സ്കിൻ ടോൺ അങ്ങനെയുള്ള ഇതിനായിരിക്കും പ്രയോറിറ്റി കൊടുത്തിട്ടാണ് കൂടുതലും നായകന്മാരെ ചൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ഈ സ്കിൻ ടോണിന്റെ പേരിൽ ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ചില നമ്മൾ ഫോട്ടോയിൽ വിടുന്ന പിക്ചർ കണ്ടിട്ട് ആക്ച്വലി താൻ ഫെയർ ആണോ, അതായത് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി താൻ ഫെയർ ആണെങ്കിൽ നമ്മുടെ ഈ ക്യാരക്ടറിനൊക്കെ ഞാൻ അത്ര ഫെയർ അല്ല, ഇച്ചിരി ഡസ്കിയാണ്. അല്ല, ഈ ഫെയർ എന്നുള്ള ആ വാക്കിന്റെ അത് തന്നെയാണ് എനിക്ക് എപ്പോഴും ഈ ഫെയർ എന്ന് പറയുന്നത്. അത് തന്നെ പലപ്പോഴും ഈ പിടുത്തം കിട്ടാത്തൊരു സംഭവമാണ്. ഈ ഫെയർ എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ മീനിങ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യകാലങ്ങളിൽ ഫെയർ ഈ സൗന്ദര്യ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ വരെയും അതായിരുന്നു നമ്മുടെ മൈൻഡിൽ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു സാധനം ഇൻജെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പൊ സിനിമയിൽ അങ്ങനെ ഒരു നായിക വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താ നായികയായിട്ട് ഇവർക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടിയില്ലേന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അഭിനയം ലൈക്ക് ടാലന്റിനേലും മുൻതൂക്കം അപ്പിയറൻസിന് കൊടുക്കുന്നവരാണ് കൂടുതലും. വളരെ ചുരുക്കം ഡയറക്ടേഴ്സ് മാത്രമാണ് ടാലന്റിന് മുൻഗണന കൊടുക്കുന്നത്. ഇപ്പം സുരഭി ലക്ഷ്മി ടോവിനോടെ നായികയപ്പോൾ അത് വലിയൊരു ചർച്ചയായിരുന്നല്ലോ അല്ലേ? അത്തരം ഏതെങ്കിലും രീതിയിലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ലൈഫിലും എൻ്റെ സിനിമാ ജീവിതത്തിലും അതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഇല്ല, അങ്ങനെ ഇല്ല. പക്ഷേ ഓഡിഷൻ വഴിയല്ലേ ഇതിനകത്ത് സിനിമയിൽ എത്തിയത്. അപ്പം ഇതിനു മുന്നേ ഒരുപാട് ഓഡീഷൻസിൽ പങ്കെടുത്ത് അതിന്റെ ഒരു അനുഭവം എന്തായിരുന്നു? കാരണം നമ്മൾ പങ്കെടുക്കുന്ന ഓഡീഷനൊന്നും നമുക്ക് കിട്ടണമെന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യപ്പെടാം. അത്തരം സമയത്തൊക്കെ സിനിമ വിടണം അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെയല്ല, ആക്ച്വലി ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യണതിൽ ഇപ്പൊ ഏതൊരു ആർട്ടിസ്റ്റായിട്ട് നമുക്കൊരു സ്ഥാനത്തേക്ക് എത്തണം അല്ലെങ്കിൽ ഒരു നല്ല നടനാവണം എന്ന് വിചാരിച്ച് വരുന്ന ആർക്കും ഒരു ഓഡിഷൻസിലേക്ക് പോയി ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യണമെന്നൊന്നും അവർക്കൊരു പ്രോബ്ലമായിട്ട് തോന്നില്ല. എല്ലാം അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പോസിറ്റീവായിട്ട് പോവുക. പക്ഷേ ജെന്യൂൻ ആയിട്ടുള്ള ഓഡിഷൻസ് നടക്കുന്നതും അവരുടെ അടുത്ത് പോയി നമ്മൾ മീറ്റ് ചെയ്തിട്ട് നമ്മളൊരു പെർഫോം കാഴ്ചവെച്ച് തിരിച്ച് വന്നിട്ട് കിട്ടാതെ പോകുന്നതിൽ നമുക്ക് വിഷമമില്ല. പക്ഷെ അതല്ലാണ്ട് പേരിന് ഓഡിഷൻസ് നടത്തുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഫേക്ക് ഓഡിഷൻസും നടത്താറുണ്ട്. പിന്നെ ഈ പടത്തിന്റെ പ്രൊമോഷന്റെ രീതിയിൽ സൈഡായിട്ട് ഒരുപാട് ഓഡിഷൻസ്, ഇതെനിക്ക് കൂടുതൽ തമിഴ്നാട് സൈഡാണ് എനിക്ക് ഫേസ് ചെയ്യാൻ ഇടയായിട്ടുള്ളത്. അവർ നമ്മളെ വിളിക്കുന്നു, രാവിലെ തൊട്ട് നമ്മൾ ഭക്ഷണം പോലും ഇല്ലാതെ അത്രയും പിള്ളേരുണ്ടാവും. അവരൊക്കെ നമ്മളൊരു ടോക്കൺ മേടിച്ച് വെയിറ്റ് ചെയ്ത് രാവിലെ ഒരു 8 മണിക്ക് നമ്മൾ ആ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓഡിഷൻ ചെയ്യണത് 3:30 ആയിരിക്കും. നമ്മളൊരു ഹോപ്പോടുകൂടെ എന്തെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ അതിലേക്ക് കയറി പറ്റില്ല എന്നുള്ള വിശ്വാസത്തിൽ അവിടെ നമ്മൾ പോയി നിന്ന് ആ റൂമിലേക്ക് എൻ്ററായി നമ്മൾ കയറി ചെന്ന് ഇതുപോലെ ഒരു ക്യാമറ വെച്ചിട്ട് മുമ്പിൽ ചെന്നിട്ട് പേരെന്താ, ഫോൺ നമ്പർ എന്താ എന്ന് മാത്രം ചോദിച്ചിട്ട് നമ്മളെ പറഞ്ഞു വിട്ട ഒരുപാട് ഓഡിഷൻസ് ഉണ്ട്. അവരെന്തിനാണ് ആ ഓഡിഷൻസ് ചെയ്യുന്നത് എന്നുള്ളത് വരെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അത് ഞാൻ വലിയ വലിയ ഹീറോസിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ നമുക്ക് വർക്ക് ഇപ്പോൾ വിജയ് സാറിനെ പോലെയുള്ള ഹീറോസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കത് അവരോടൊക്കെ കൺവേ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അതുപോലെയുള്ള ഒരു ആർട്ടിസ്റ്റിലൂടെ ഇതൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ
അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പ്രോസസ്സൊക്കെ ഒന്ന് കട്ടായി കിട്ടുമല്ലോ. കാരണം നമ്മൾ അനുഭവിച്ച പെയിൻ ഇനി നമ്മുടെ ബാക്കിൽ വരുന്നവരും അത് അനുഭവിക്കരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഏതായാലും ആര്യ രണ്ടുപേർക്കും ഇപ്പോൾ നല്ലൊരു ക്യാരക്ടർ, കരിയറിലൊരു മൈൽ സ്റ്റോൺ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു കരിയറിലൊരു ബ്രേക്ക് പോയിന്റ് ഉള്ളൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ പിന്നെ നടക്കുന്നതെന്ന് വെച്ചാൽ സമാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ സിനിമ ഇൻഡസ്ട്രിയിൽ. ഏതായാലും ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വരട്ടെ, സിനിമ വലിയൊരു സക്സസ് ആവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ. താങ്ക് യു. ഓക്കെ.